പെണ്ണ് കെട്ടിയിട്ട് പോലും നിനക്കൊരു മാറ്റമില്ലല്ലോടാ. മാറ്റമില്ലെന്നോ? ആര് പറഞ്ഞു? ഞാൻ ടോട്ടലി ചേഞ്ച് ആകില്ലേ. ഒരു കുറ്റിപ്പുട്ട് തിന്ന് ഞാനിപ്പോ 2 കുറ്റിയെ തിന്ന്. അതെന്തോ ഒരു ചേഞ്ച് അല്ലേ? ചേഞ്ച് വേണത്രേ, ചേഞ്ച് എന്ന് പറഞ്ഞവ പിന്നെയും പപ്പടെടുത്ത് കടിച്ചു. അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതേസമയം അവിടെ പെൺപടയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആൺപടകൾ അവരവരുടെ പാതികളോടായി. പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങിയേക്ക്, പോവേണ്ടേ ഹണിമൂണിന് എന്ന് പതിയെ പറഞ്ഞ് ലാസ്റ്റ് ഹണിമൂണിന്ന് ഒന്നുകൂടെ ഊന്നി പറഞ്ഞു കേട്ടവർ ചതി, കൊലച്ചതി എന്നുള്ളിൽ രോധിച്ച് പല്ലുകൊണ്ട് അവർക്ക് പുറകെ കസേരയിലായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണ ശേഷം എല്ലാവരുടെയും യാത്ര പറഞ്ഞ് യശോദാമയും സീതയും ഇറങ്ങി. അവരിറങ്ങി അവിടെ വിട്ടുപോയതും സ്പോട്ടിൽ പിന്തിരിഞ്ഞ് തങ്ങളുടെ റൂമിലേക്ക് ഓടാന്നവരുടെ കയ്യിലായി അവന്മാർ പിടിച്ചു വെച്ചു. അവിടെ നിക്കടി, നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് നേരെ ഇനി ഒരു അടവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ട്രിപ്പ് 2 ആഴ്ച എന്നുള്ള ഇന്ന് വൈകുന്നേരം തന്നെ ആക്കിയത്. അതുകൊണ്ട് ഇനി ഒരു ഉടായ്പ ഇറക്കാതെ നല്ല കുട്ടികളായിട്ട് ഒരുങ്ങി ഇറങ്ങിയേക്കണം. ദേവി പറഞ്ഞു നിർത്തിയതും അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന ഭാവത്തോടെ അവന്മാർ 5 പേരും മുകളിലേക്ക് പോയപ്പോൾ പെൺപടകൾ താഴെയുള്ള റൂമിലേക്ക് കയറി കഥകടച്ചു. കഥകടച്ച അവർ 4 പേരെയും നോട്ട് അവിടെ നിഷ്കിയാമഞ്ഞി നിൽക്കുന്ന അക്കുവിന് നേർക്കായി. അടിക്കടിയോളെ എന്ന യേശുവിന്റെ ഗർജനത്തിൽ ബാക്കി 3 പേര് അക്കുവിന് മേലെ ചാടി വീണു. പറട്ടെ തെണ്ടി, നീ അറിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വാക്ക് മിണ്ടിയിലൂടെ മറുതെ. അറിഞ്ഞിരുന്നെങ്കിൽ നേരം പുറത്തെ ഞാൻ കാശിങ്ങനെ പോയിരുന്നേനെ. ഈശോ പറഞ്ഞിട്ട് എടി കിളവികൾ എന്നെ തല്ലാതെ നിക്കടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരുവിധം കിതപ്പോടെ അവരെല്ലാം തട്ടിമാറ്റി ബെഡിലായിരുന്നുകൊണ്ട് സത്യത്തിന് ഞാൻ ഇന്നലെ രാത്രി അവിടെ ഈ തീരുമാനം അറിഞ്ഞ് അപ്പൊ തന്നെ നിങ്ങൾ ഒരുവിധം അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും ആവണെന്നെ ഭീഷണിപ്പെടുത്തിയടി. അങ്ങേര് പറയാ ഉടായിപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനാണെന്നും ഞാനുണ്ടാക്കുന്ന വളിപ്പ് തീരുമാനമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പോയാൽ മുട്ടുകാർ തല്ലിയെടുക്കുന്നു. നിങ്ങളോടൊക്കെ ഞാൻ പറയായിരുന്നു, മുട്ടുകാർ തല്ലിയൊടിച്ച പോലെ ഉടായിപ്പുറക്കി എസ്കേപ്പ് അടിക്കാൻ നേരം ഞാൻ എന്തും വെച്ച് ഓടി രക്ഷപ്പെടും. വിളിച്ചോണ്ട് പറയുന്നയാൾ അവർ ദയനീയമായി നോക്കി. മതി, ഇവളെങ്ങനെ അടിച്ചിട്ടെന്താ കാര്യം? തീരുമാനവന്മാരെ 5 പേരുടെ അല്ലേ, നമ്മൾ ശരിക്കും പെട്ടു. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന തീരുമാനത്തിൽ അവർ മനസ്സിലാമനസ്സോടെ അവരുടെ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാലിങ്ങ് പുറത്തേപ്പി അടുക്കളയിൽ നിന്ന് തപ്പിയെടുത്ത ചിപ്സിന്റെ പാക്കിൽ നിന്ന് കൈയിട്ട് വാരി വായിലേക്കിട്ട് കുറിക്കുന്നുണ്ടേ. എന്തോരം കപ്പിൾസ് ആണ് കർത്താവ് ഇവിടെ, അവരെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഹണിമൂൺ തോന്നുന്നു. എന്റെ കാര്യം ഇപ്പോഴും കയ്യാലപ്പുറത്ത് തേങ്ങടക്ക്. യോഗമില്ല മണിയെ, പായമടക്ക്. അത് പറഞ്ഞപ്പോഴാ എന്റെ വീണുമോൾ എന്നെ എടുക്കുമായിരിക്കും. ഒന്ന് വിളിച്ച് ട്രൈ ചെയ്ത് നോക്കിയാലോ. എന്റെ ട്രൈ കണ്ടവളെങ്ങാനും വീണാലോ എന്ന് സ്വയം പറഞ്ഞ് പെട്ടെന്ന് അവൻ തന്നെ ഫോൺ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് വെച്ചു. മറുപുറത്ത് കോള് കണക്ട് ആയി അറിഞ്ഞത് വീണു. കുറച്ച് തേനും പാലും ചേർത്ത് വിളിച്ച മറുപുറത്ത് എബിച്ചായ എങ്ങനെ മനസ്സിലായി ഞാൻ വീണെന്ന്? നിഷ്കളങ്കമായ വീണയുടെ ചോദ്യത്തിൽ അവൻ ഇവളെ ഞാൻ പ്രണയാർദ്രായി വിളിക്കുന്ന പോലും അറിയില്ല. അപ്പോഴെ എങ്ങാണ്ട് പോയി വീണതൊക്കെയാ പറയുന്നത്. പൊന്ന് വീണു, നീ ഞാൻ റൊമാൻറ്റിക് ആയിട്ട് വീണു എന്ന് വിളിക്കുമ്പോ ഇടയിൽ ഇങ്ങനെ കേറല്ലേ? അല്ല, എവിടെയാ വീണ്? വീണിട്ടില്ല, വീഴാൻ പോയതേ ഉള്ളൂ. എന്റെ വീണു, നീ വീഴാൻ പോയതല്ലേ ഉള്ളൂ. നിനക്കറിയും നിന്റെ ബിച്ചാനിയുടെ വീണെടുക്കാൻ മോളെ വീണ് കിടക്കുക. ദേവി? ദേവിയല്ല, ഞാനാ വീണത്. അതല്ല, ഞാൻ ദേവിയെ വിളിച്ച. പൊന്നു കുഞ്ഞെ, വീണ് ഞാനല്ലേ, അപ്പൊ എന്നെയല്ലേ വിളിക്കണ്ട്. ഈ ചാൻ ഇത് പറ, എവിടെയാ വീണ്? എന്നിട്ട് വല്ലതും പറ്റിയോ എന്നുള്ള അവിടെ ആകുലെന്ന് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ റൂമിലൊന്ന് വീണ് എന്റെ കൈ തട്ടി ഗ്ലാസ് പൊട്ടി. എന്റെ കയ്യിൽ ഗ്ലാസ് കുത്തി കയറിക്കുക. വീണു, നീ തന്നെ പറയും, എനിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും? വീണു പറയൂ എന്ന് പറഞ്ഞൊരു ദയാദാക്ഷണമില്ല അവൻ അവന്റെ കൈ കൊണ്ട് വീണു കവറിൽ നിന്ന് ചിപ്സ് എടുത്ത് വായിലേക്ക് ഇട്ടു. പക്ഷെ അപ്പോഴേക്കും മറുപുറത്ത് ആഗ്രഹം നിറഞ്ഞിരുന്നു. ഈ ചായ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയില്ലെന്നോ? ബ്ലഡ് കണ്ടാ തലയുറ്റുന്ന ഞാന് തല ചുറ്റി വീണതേ ഓർമ്മയുള്ളൂ. ഇവിടെയുള്ള 5 തടിയന്മാരെന്നെ പൊക്കിയെടുത്ത് ഹൈ 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 എന്ന് പറഞ്ഞോണ്ടാ കൊണ്ടുപോയത്. ഇപ്പൊ ബെഡിൽ അറസ്റ്റിലാ. അറസ്റ്റിലോ? അറസ്റ്റല്ല, റെസ്റ്റിലാണെന്ന്. വീണു, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നടി. ഈ ചാൻ ഒന്നും പേടിക്കണ്ട, ഞാനിതാ വരുന്നു. ഉച്ചക്ക് മുന്നേ എത്തിയേക്കണേ. മിസ് യു വീണു എന്ന് പറഞ്ഞ് തിരിഞ്ഞത് അവിടെ അവൻ നേരത്തെ പറഞ്ഞ 5 തടിമാടന്മാർ. അവരുടെ രൂക്ഷമായ നോട്ടത്തിൽ കൊടുക്കാൻ ഇന്ന് ഉമ്മ ആവിയായി പോയി. പല്ലിനടിയിലും എന്തൊക്കെയായത്? ആരാളെ തടിമാടന്മാര്? അത് പിന്നെ നിങ്ങളെല്ലാവരും ഒരു അമ്മ വെറ്റാളിയന്മാരെ പോലെ ഈ ഒരു ടിക്കറ്റ് വെച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞ് മനുഷ്യന്റെ കോൺഫിഡന്റ് ഇല്ലാണ്ടാക്കാൻ. അല്ലെങ്കിലും കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാ 6 പാക്ക്? പിന്നെ എന്നാത്തിനാണ് നീ ജിം റൂമിൽ കയറി കാണിക്കുന്നത്? ദേവിയുടെ ചോദ്യത്തിന് കണ്ടല്ലേ. കാണാ പിന്നെ നേരെ നട്ടപ്പാരിക്കാണ് അവർക്കൂട്ടിന്ന്. അവർക്ക് നേരെ എണീറ്റ് ചെയ്യണം. ഈ നേരത്തെ എണീറ്റുള്ള പാക്കൊന്നും എനിക്ക് വേണ്ട. യുനോ, ഉറക്കം പോയാൽ എനിക്ക് തലയുറ്റില്ല. അല്ലാതെ രാവിലെ എണീക്കാനുള്ള മടിയുണ്ടല്ല. നിന്നെ ഞങ്ങളുടെ ഭാര്യമാരെ ഒരു കയറി കേട്ടാ. ബിക്കോസ് അവരെന്റെ പെങ്ങന്മാരാണ്. യുനോ, ട്രിപ്പ് പോവാണെന്ന് വെച്ച് നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയോ? ഒരു ബഹുമാനമില്ലാത്ത പോലെ. ഇത് ഞാൻ ക്യാൻസൽ ചെയ്ത് തന്നാലോ? ക്യാൻസൽ ചെയ്ത് തന്നാൽ നിനക്കുള്ള ടിക്കറ്റ് വേണ്ടേ? ദേവിയുടെ ചോദ്യത്തിന് അവൻ കണ്ണും തള്ളി. എനിക്കും ടിക്കറ്റ് ഉണ്ടാ? പിന്നില്ലാണ്ട്. ഇസ് ഇറ്റ് ട്രൂ? നിങ്ങൾ തങ്കപ്പന്മാരല്ലടാ, പൊന്നപ്പന്മാരാ, പൊന്നപ്പന്മാർ. യുനോ,
നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് വീണുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നിങ്ങളോടൊപ്പം വരിഞ്ഞു കയറുന്ന പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. പക്ഷെ നിങ്ങൾ ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് നൻപൻ, ഉയർ നൻപൻ എന്ന് പറഞ്ഞില്ലാത്ത കണ്ണീരോടച്ച്. ബൈ ദ വേ, വീട് വരുമ്പോഴേക്കും ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യട്ടെ. ഇന്ത നൻപനെ പോൽ യാരുമില്ലേ എന്ന് പാട്ടും പാടി അവൻ ചാടിത്തുള്ളി അകത്തേക്ക് പോകുന്ന അവർ പുഞ്ചിരിയോടെ നോക്കി നിന്നു. നിർത്താതെയുള്ള കോളിംഗ് ബെല്ല് മുഴങ്ങുന്ന കേട്ടാണ് ഹാളിലായിരുന്ന ആൺപടകൾ സംശയത്തോടെ എണീറ്റത്. ദേവി പോയി കഥ കയറുന്നു. കലങ്ങി നിറഞ്ഞ മിഴികളുമായി അതാ ഒരു പെണ്ണ്. ആ ഒരു പുറകിൽ ബാക്കി 4 പേരും വന്ന് നിന്നും പുറത്തുനിന്ന പെൺകുട്ടി. എബിച്ചായനില്ലേ എന്ന ചോദ്യത്തിന് തിരികെ ആവണിയാണോ? ഇച്ചായൻ എവിടെയാ? ഇച്ചായൻ എന്താ പറ്റി? അവൻ അത് എന്ന് പറഞ്ഞു തുടങ്ങിയ അകത്ത് നിന്നു. ഡേയ് അങ്കയാറ് എന്ന് വിളിച്ചു ചോദിച്ച് എബി സ്റ്റെയർ ഇറങ്ങി വന്നു. ആൺപടകൾ ഇരുഭാഗത്തേക്കായി ഒഴിഞ്ഞു മാറി. അവരൊഴിഞ്ഞു മാറിയ ഗ്യാപ്പിലൂടെ എന്തോ വെട്ടി വിഴുങ്ങി നടക്കുന്ന എബിയെ കാണെ വീണ ഒരൊറ്റ കുതിപ്പിന് ഓടിയെടുത്ത് അവൻ ഇറുകെ പുണർന്നു. ഓടി വന്ന് പുണർന്ന ഫോഴ്സിൽ അവന്റെ കയ്യിലെ സ്നാക്സ് കയറി നിലംപതിച്ചു. അവൻ നിലത്ത് കിടക്കുന്ന പാക്കറ്റിലേക്ക് ദയനീയമായി നോക്കി. അവനിൽ നിന്നും വേർപെട്ട വീണ അവനെ അടിമുടി നോക്കി വെപ്രാളത്തോടെ. ഇച്ചായ എന്താ പറ്റി? ഇച്ചായ എവിടെ മുറിഞ്ഞേക്കണേ? കാണിച്ച് മുറിവ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബലമായി കൈപ്പിടിച്ച് നിവർത്തി നോക്കിയപ്പോൾ അത് ആ കയ്യിലൊരു പിടി കാവർത്തത്. ഒരു വലിയ കെട്ടൊക്കെ പ്രതീക്ഷിച്ചു വന്ന വീണ അവന്റെ കയ്യിലെ പലഹാരം കണ്ട് വാ തുറന്നു നിന്നു. അടുത്ത നിമിഷം അവൻ തന്നെ പറ്റിച്ചാണെന്ന് മനസ്സിലായവൾ അവനെ ചുണ്ടി വിളിക്കി നോക്കി കയ്യിലായി ഇടിച്ചുകൊണ്ട്, എന്നെ പറ്റിക്കുമായിരുന്നെ, എന്തിനെന്നോട് കളവ് പറഞ്ഞ്? എന്തൊരു പേടിച്ചെന്ന് അറിയോ? ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയാ ഓടിപ്പിടിഞ്ഞ് ഇവിടെ വന്നേ? നിനക്കൊരു ഓട്ടോ വിളിച്ചുകൂടായിരുന്നോ? അത്രയും ദൂരം ഓടി വരണമായിരുന്നോ? ഞാൻ ഓട്ടോക്ക് തന്നെ വന്നേ. അങ്ങനെ അവർക്കിടയിൽ അവിടെ പരിഭവം പറയലും അതിനവൻ സമാധാനിപ്പിക്കലും മുറക്ക് നടക്കവെയാണ് പുറത്തെ ശബ്ദം കേട്ട് പെൺപടകൾ അങ്ങോട്ട് കടന്നു വന്ന്. എന്നാൽ ഹാളിൽ കണ്ടതോ ഒരു പെൺകുട്ടിയുടെ പുറം ഭാഗം മാത്രം. സംശയത്താൽ അവരുടെ പുരികം ചുളിഞ്ഞു. തോണ്ടടി ഒരു പെണ്ണല്ലേ നിൽക്കുന്നേ? നമ്മള് ട്രിപ്പിനില്ലെന്ന് പറഞ്ഞോണ്ട് അമ്മമാര് ചെറ്റത്രം കാണിക്കാനായിട്ട് ഏതോ ഒരുത്തിയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നുണ്ടോ? അയ്യോ എന്റെ കരി പിഴച്ചു പോയേ. പതിഞ്ഞ സ്വരത്തിൽ ഈശോ അവള് മാറി കേൾക്കാൻ പാകത്തിൽ നിലവിളിച്ചു. എന്നാൽ അക്കു இந்த திருட்டு ബാഗ് എങ്കയോ പത്ത മാതിരി ഇരിക്കേ എന്ന് പറഞ്ഞ് സൈഡ് വലിഞ്ഞ് അവിടെ നിൽക്കുന്നവളെ മുഖം കാണാനായി ഏന്തി വലിഞ്ഞു നോക്കി. അവിടുത്തെ പരിഭവ വിധത്തിൽ തീർത്തവൻ ശ്വാസം വലിച്ചു വിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമാരുടെ നേരെ തിരിഞ്ഞു. ഹായ് ഗൈസ്, ഇതാ എന്റെ ഭാര്യ വീണു, ഐ മീൻ ആവണി. എന്റെ വീണു അല്ലെ വീണു എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവളിൽ തെളിമാറിയ ആൺപിള്ളോട് പതിഞ്ഞ സ്വരത്തിൽ. യു ഓൾ നോ വൺ തിങ്, എന്റെ വീണ് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വീണു എന്നൊരു പ്യാവൻ കുട്ടിയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരടി നടക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ എന്റെ ബുദ്ധിപരമായ നീക്കത്തിൽ ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്ത്. പിന്നെ ഇവക്കടെ ഗുണം എന്താണെന്ന് അറിയാ? നിങ്ങളുടെ പെണ്ണിനെ പോലെ ഉണ്ടായിപ്പൊന്നും അവക്കറിയാല. അതിനോട്ട് കൂട്ടിക്കുന്ന കൂട്ടത്തിലുമല്ല. എന്നെ പോലൊരു പിഞ്ചു മനസ്സാണ് അവൾക്ക്, പിഞ്ചു മനസ്സ്. ആരോളെ ഘോരഘോരം പൊക്കി പറയവേ ഇങ്ങ് സൈഡിലായി അവളവിടെ കണ്ട പെൺപടകൾ 5 ഞെട്ടിക്കൊണ്ട് വീണേ എന്ന് ഉറക്കെ കോറസിട്ടും വീണ ഞെട്ടലോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന 5 പെൺപടകൾ. അക്കു, ശിവ, ഇഷു, ലിയു, ശ്രീ, നിങ്ങളോ എന്ന് മന്ത്രിക്കവേ അക്കു സംഗേ എന്നരടിക്കൂവി ഓടിപ്പോയി വീണയെ വട്ടം കെട്ടിപ്പിടിച്ച് ഉയർത്തി. ആൾക്ക് പുറകെ ബാക്കി വന്ന് കെട്ടിപ്പിടുത്ത മഹാമഹം കൊണ്ടാടി. അത് കണ്ട് മിഴിച്ചിരുന്ന എബിക്ക് അവരുടെ കാട്ടിക്കൂട്ടിൽ ഇവരാറും ഒരു അമ്മ പെറ്റാളിയത്തികളാണെന്ന് ബോധ്യം വന്നു മൈൻഡ് വോയിസിൽ. കർത്താവേ എന്റെ പെണ്ണ് പിഴച്ചുപോയേ എന്നും പറഞ്ഞ് ഉമിനീരിറക്കി നിന്നു. അക്കു, നിങ്ങളെന്താ ഇവിടെ? വീണ അവരെ അവിടെ കണ്ട അത്ഭുതത്തിൽ ചോദിച്ചു. നീ ഇത് പറയും, നീ എന്താ ഇവിടെ? അക്കുവിനെ തിരിച്ചുള്ള ചോദ്യത്തിൽ ഇതെന്റെ ഈ ചൈന, യു മീൻ ഭർത്താവ്? ആ ചോദ്യം അത്രയ്ക്ക് ദഹിക്കായിരുന്ന പേരിലോട് പുച്ഛം വാരി വിതറി. എന്തേ നിനക്ക് പിടിച്ചില്ലേ? ഇല്ലെന്താ മാറ്റുവോ? അവൾക്കായി നൽകിയ പുച്ഛം ഒട്ടും കുറയാതെ അവൾ തിരികെ എബിക്കെറിഞ്ഞ് മറുചോദ്യം ചെയ്തു. ഞങ്ങളെ പെടുത്തിയ മാസ്റ്റർ ബ്രെയിനെ ഇങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ലെന്ന് കരുതണ്ട. വീണ്ടും പുച്ഛം വാരി വിതറാൻ നിന്ന എബി ആ ഡയലോഗിൽ എളിച്ചുകൊണ്ട്, അത് പിന്നെ അതിനുള്ള വടയും ചായ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പുല്ല് ഡയലോഗ് അടിക്കാൻ പോകണ്ടായിരുന്നു, പെട്ട്. ആത്മീയുടെ എബി അവന്മാർക്കരികിലേക്കായി മാറിയുന്നു. കിട്ടിയോടാ? എല്ലാം ചോദിച്ചു മേടിച്ച് എബി വിളിച്ചു. അക്കു, നിങ്ങളൊക്കെ എന്താ ഇവിടെ? അത് പറയേ. ലോ അന്ത കൊലക്കാര പ്രസംഗിയാ എന്നെ കിട്ടിയേ. അവളവനെ കാണിച്ചു പറഞ്ഞതും അവളിൽ നിന്ന് ഇങ്ങനെ ഇൻട്രോ പ്രതീക്ഷയുള്ളൂ എന്ന കണക്ക് അവൻ വീണയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ സംശയത്തോടെ ബാക്കിയുള്ളവരെ നോക്കിയതും അവരവരുടെ പാതികളടുത്തായി നിന്നു. വീർപ്പിച്ച് കിട്ടിയ മുഖത്തോടെയാണെന്ന് മാത്രം. അവരുടെ പ്ലാൻ 8 നിലയിൽ അവന്മാര് പൂട്ടിയോണ്ട് തെല്ല് നീരസമുണ്ടേ. അതിന്റെയാണ് കടന്നൽ കുത്തി കണക്ക് നിൽക്കുന്ന ആ മുഖങ്ങൾ. ഇവള് ഞങ്ങളുടെ കൂട്ടുകാരിയാ, സോ ഇവള് ഞങ്ങൾ എടുക്കുക. യേശുവിന്റെ ഡയലോഗ് കൂടി അവർ 5 പേരും വീണയുമായി അകത്തേക്ക് പോയതും എബി വായും തുറന്നു നിന്നു. കൂട്ടുകാരിയോ? അപ്പൊ വീണ് പറയാറുണ്ടായിരുന്ന 10 പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ കൂടെ ഉണ്ടായിരുന്ന 5 വളഞ്ഞ വിത്തുകളാണ് ഈ പോയത്. ഈശ്വര, അവരുടെ സംസാരത്തിൽ നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? ദേവിയുടെ വാക്കുകൾക്ക് പുറകെ ഹരി. കുറച്ചു മുമ്പ് നീ എന്താണ് പറഞ്ഞു? നിന്റെ ഭാര്യ ഒരു ലോല ഹൃദയനാണെന്നോ? ലോ, ആ പോയവളുമാരുടെ കൂട്ടത്തിൽപ്പെടാ നിന്റെ പെണ്ണെങ്കിലേ മോനെ എബി, പണി വരാ നീ ഒന്ന് സൂക്ഷിച്ചോ. ശാവത്തിൽ കുത്താതെ ആറുകളെ
ഇങ്ങനെ ട്രാപ്പിലാവുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി അവളെയും കൊണ്ട് അവിടുന്ന് മുങ്ങിയേനെ. വരാനുള്ളൊന്നും വഴി തങ്ങില്ല. ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒരുങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ അവന്മാർ ചിരിച്ചുകൊണ്ട് പോയതിന് പുറകെ അവർക്ക് പുറകെ വെച്ച് പിടിച്ചു. എന്നാൽ ഇങ്ങകത്ത് അവരവരുടെ സൗഹൃദം പുതുക്കിയായിരുന്നു. അവർ 5 പേരുടെയും കൂട്ടത്തിൽ ഒരേ ഒരു പാവമായിരുന്നു ആവണി. ഒരേ പ്രായമാണെങ്കിലും അവൾ ഒരു സൈലന്റ് ക്യാരക്ടറായിരുന്നു. എന്നിരുന്നാലും അവളുമാരെ തുടങ്ങി വെക്കുന്ന എന്തുടായ്പ കാര്യങ്ങളെങ്കിലും അവളും കൂടെ നിൽക്കും. പരസ്പരം ഓരോ വിശേഷം പറഞ്ഞറിഞ്ഞതിലൂടെ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലെന്ന് അവർ മനസ്സിലാക്കി. അതോടുകൂടി അവളും ഞങ്ങളെപ്പോലെ ട്രാപ്പിലാണെന്ന സത്യം അവൾ അറിയിച്ചതും വീണറിയാതെ മിന്നിലിറക്കി പോയി. നമുക്ക് മുങ്ങിയാലോ എന്ന് ദയനീയമായി ചോദിച്ചും അവർ 5 പേരും പുച്ഛത്തോടെ നിന്നു. ഏയ്, ദാറ്റ്സ് ഐഡിയ ഇസ് നോട്ട് വർക്കിംഗ്. നടക്കില്ല മോളെ വീണേ. നിനക്കറിയോ, നമുക്ക് മുങ്ങിയാലോ എന്ന നാടകം ഞങ്ങൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ച ആട്ടാപടലം പൊട്ടിപ്പോയതാ. ഇനി ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിട്ട് എനിക്ക് നാറാൻ വയ്യ. എന്നാ പിന്നെ വേറെ ഐഡിയ നോക്കാം. വീണയുടെ ദയനീയമായ അടുത്ത ചോദ്യത്തോടൊപ്പം തന്നെ കഥയിലായി മുട്ടുവീണ് കേട്ടു. 5 ഇനിയൊന്നും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, പെട്ടുപോയെന്ന സത്യം മനസ്സിലാക്കി. ശിവ, എല്ലായിടത്തും വെച്ച് ഒരുങ്ങി കഴിഞ്ഞില്ലേ, വന്ന് കഥ ഓർക്ക്. ഡേവിയുടെ വാക്കിൽ ശിവ പല്ലിയടിച്ച് പതിഞ്ഞ സ്വരത്തിൽ. അങ്ങേർക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നൂടെ? മനുഷ്യനെ അറ്റാക്ക് വരുത്തി കൊല്ലാനായിട്ട് ഇറങ്ങിയ കൊക്കാനുള്ള നസ്രാണി. ഈശു! ഡേവിക്ക് പുറകെ അരിയുടെ ശബ്ദത്തിൽ ഈശു ബെഡിൽ നിന്ന് എണീറ്റ്. ഇനി ഓരോരുത്തരുടെയും വിളിക്ക് കാത്തിൽക്കാൻ നമുക്ക് ഇറങ്ങാം. ഒട്ടകങ്ങൾ വരി വരി വരിയായി നിരയായി എന്ന് കേൾക്കി അക്കു വേഗം തന്നെ ബാഗും സാധനങ്ങളെല്ലാം എടുത്ത് കഥ ഓർക്കാൻ പോയതും ശ്രീ അവളെ പിടിച്ചു വെച്ചു. അക്കു, നീ എങ്ങോട്ടടി ഓടുന്നേ? ഇതുവരെ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന ഞങ്ങൾ കരുതിയത്. ഇതിപ്പോ നിനക്ക് പോകാൻ ഇത്രയ്ക്ക് ശുഷ്കാന്തിയാണോ? പ്ലാനൊക്കെ ഞാൻ ആലോചിച്ചടി, പക്ഷെ അതൊക്കെ പൊട്ടും. ഇനിയും നോക്കി നാമാരെ എടുത്തോണ്ട് കൊട്ടും. അതിനുമ്പ് നമുക്ക് പോവാം. ഇവിടെ നമ്മൾ പെട്ടുപോയെന്ന സത്യം ഉറപ്പായില്ല. ഇവിടെ ഇനി ഒന്നും നടക്കില്ല. ഇനിയുള്ള എന്റെ പ്ലാനിങ് ഞാൻ നടപ്പിലാക്കുന്ന സ്വിറ്റ്സർലൻഡിൽ വെച്ചാ. അങ്ങനെ തോറ്റു മടങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. തോൽപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. Then follow me എന്ന് പറഞ്ഞ് കഥ കൂർന്നു. അവൾ എന്തെങ്കിലും ഉപായം കണ്ടെത്തുമെന്ന സമാധാനത്തിൽ ബാക്കി 5 പുറത്തോട്ട് ഇറങ്ങി. പെൺപട 6 പുറത്തോട്ട് ഇറങ്ങിയതും അതാ വുമൻസ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എല്ലാ സജ്ജീകരണത്തോടെയും അവർ അറഞ്ചം പുറഞ്ചം നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്തുണ്ടോ? ഈ ചൂടുള്ള സമയത്ത് ഈ കണ്ട കട്ടിയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നേ? ശ്രീ ചോദിച്ചു കേട്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് പോലെയല്ല അവിടെയുള്ള, തണുപ്പ് കൂടുതലാ. അതിനനുസരിച്ചുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വേണം അങ്ങോട്ട് പോവാൻ. നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ അവിടെ ബെഡിലെടുത്ത് വെച്ചിരുന്നല്ലോ, കണ്ടില്ലേ? പോയിട്ടുണ്ടോ? പറഞ്ഞവർ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. അകത്തുള്ള കവറെടുത്ത് തുറന്ന് നോക്കുമ്പോൾ ജീൻസ് പാന്റും ഷർട്ടും അതിലേക്കൊരു വൂളൻ കോട്ടും. ഇത് ഇട്ടുകൊണ്ട് പോകാൻ നിവൃത്തിയില്ലെന്ന് കണ്ട് അവരത് എടുത്തെടുത്തു. എന്നോ 5 പേർക്ക് നല്ല ഭംഗി നൽകിയിരുന്നു. അതിനു മുകളിൽ വൂളം കോട്ടിടാതെ അവരത് കാര്യമായി പിടിച്ചു. എന്നാൽ പുറത്ത് പരിങ്ങിക്കൊണ്ടിരുന്ന വീണയോട് അവരുടെ കൂടെ പോയി ഒരുങ്ങുന്നില്ലേ? ഷാൻ ചോദിച്ചവും പരിങ്ങിക്കൊണ്ട്. അത് പിന്നെ ഞാൻ എന്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് പിച്ചാനോട് ഞാൻ വീട്ടിലോട്ട് പോയെന്ന് പറയണേ എന്ന് പറഞ്ഞ ആ വായിലേക്ക് വെച്ചില്ല. അതിനുമ്പ് ഫുൾ ലുക്കിൽ ഒരു കവറും പിടിച്ചുകൊണ്ട് എബി വീണയുടെ മുമ്പിലായി വന്നു നിന്നു. അയ്യോ, ഡ്രസ്സിന്റെ കാര്യത്തില് മോള് പേടിക്കണ്ട. വന്നേക്ക്. ചേട്ടനൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കല്ലേ? ഒന്നും പറയാതെ ഗ്യാപ്പ് തരാതെ അവൾ അകത്തേക്ക് വിട്ടു. മനസ്സിലോടെ വീണ അകത്തേക്ക് പോയി. അല്പസമയത്തിന് ശേഷം 6 പേര് ഇറങ്ങി വന്നു. പിന്നീട് അവരെല്ലാം കാറുകളായി ലഗേജും എല്ലാം എടുത്തു വെച്ച് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ 6 ജോഡികൾ സ്വിറ്റ്സർലൻഡിന്റെ മണ്ണിൽ കാലുകുത്തി. അവിടെ എത്തിയപ്പോഴേ തങ്ങളുടെ കോസ്റ്റ്യൂമിന്റെ കാരണം അവർക്ക് ബോധ്യപ്പെട്ടു. എയർപോർട്ടിന് വെളിയിലേക്ക് ഇറങ്ങിയത് മിഴികൾ ഉടക്കിയത് ചുറ്റും പരന്നു കിടക്കുന്ന മഞ്ഞിനാൽ മൂടപ്പെട്ട പാതകളാണ്. ഫ്ലൈറ്റിൽ വെച്ച് തന്നെ കൈകളിൽ വിന്റർ ഗ്ലോ ധരിച്ചിരുന്നു. തലയിലായി വൂളൻ ഹോഡി ജാക്കറ്റിനാൽ മൂടി അവരെല്ലാവരും അവർക്കായി ഏർപ്പെടുത്തിയ ഊബറിൽ സ്ഥാനം പിടിച്ചു. നാട്ടിൽ നിന്ന് വലിയ കാര്യത്തിൽ പ്ലാനെല്ലാം നടപ്പിലാക്കണമെന്നെല്ലാമുള്ള ആലോചനയിൽ വന്നവർ ഒന്ന് പരസ്പരം തമ്മിൽ സംസാരിക്കാൻ പോലും കഴിയാതെ അവന്മാർ ചേർത്ത് പിടിച്ച കൈകൾക്കിടയിൽ തണുപ്പിലാൽ വിറച്ച് ഊബറിൽ ഇരുന്നു. വാഹനം മുന്നോട്ട് സഞ്ചരിക്കവേ റോഡിന് ഇരുഭാഗവും മഞ്ഞിനാൽ മൂടപ്പെട്ട കെട്ടിടങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് ശിവ ഡെവിക്ക് നേരെ തിരിഞ്ഞു. നോക്ക്, എനിക്ക് തണുത്തിട്ട് പാടില്ല. സത്യം പറഞ്ഞോണം, തണുപ്പിച്ച് കൊല്ലാനല്ലേ അസുനെയും കൂടി ഇങ്ങോട്ട് വന്നേക്കണേ. അവനോട് മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കൈയാൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കാതിൽ പതിയെ. അല്ല, സ്നേഹിച്ചു കൊല്ലാൻ എന്ന് പറഞ്ഞ ആരെയും മയക്കും തരത്തിലുള്ള അവന്റെ പുഞ്ചിരി കാണെ ശിവയുടെ ഉള്ളം പാൻറ്റടി മുട്ടി. കണ്ണു ചുരുക്കി പല്ലടിച്ചു നോക്കിയത് അവൻ. ഇങ്ങനെ നോക്കാതെ വെച്ച് തണുത്തിട്ട് നിന്റെ മുഖം മാത്രമല്ല ഈ ചെറിയിൽ പോലും ചുമന്നു വന്നേക്കുന്ന കടിച്ചെടുക്കാനെ കൊണ്ട് പ്രേരിപ്പിക്കല്ലേ എന്റെ കൃഷ്ണ. ഈ റോമയെ ഞാൻ തന്നെ സഹിക്കണല്ലോ എന്ന ആത്മഹത്യന് പുറകെ അവരിൽ നിന്ന് തെല്ലി നീങ്ങിയിരുന്ന അടുത്ത നിമിഷം കയ്യിലെ ഗ്ലോ അഴിച്ചെടുത്ത പാടെ ശിവയുടെ ഷർട്ടിനകത്തൂടെ നഗ്നമായ ഇടുപ്പിലായി പിടിച്ച് തന്നിലേക്കായി ചേർത്ത് പിടിച്ചതും അവന്റെ കയ്യിലെ ചെറു ചൂട് അവളുടെ ശരീരം വ്യാപിക്കുന്നതായി തോന്നി അവളുടെ ഉള്ളാകെ വിറയൽ കടന്നുപോയി. അവനിൽ നിന്നും പതിയെ പിടഞ്ഞു മാറാവുന്നതിനനുസരിച്ച് അവന്റെ കൈശാലിന് ഇടുപ്പിലായി ഏറി വന്നു. ഇനിയൊരു സാഹസത്തിന് മുതിരാതെ ശിവ അവൻ അരികിലായി ഒതുങ്ങിയിരുന്നു. അതറിഞ്ഞവന്റെ ചുണ്ടിലായി വീണ്ടും കള്ളച്ചിരി മിന്നിമാഞ്ഞു. ഇവിടെ ഭയങ്കര തണുപ്പ് അധ്യക്ഷ, നമുക്ക് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് തണുപ്പൊന്നും വലിയ പരിചയം ഇല്ലാത്ത വല്ല അസുഖവും പിടിപെട്ടാലോ? ജലദോഷമൊക്കെ വന്നാൽ എപ്പോഴും മൂക്ക് ചീറ്റാൻ സമയം കാണും. ശ്രീ നിഷ്കളങ്കമായി ചോദിച്ചു.
ആ കാര്യത്തിൽ എന്റെ പെണ്ണിന് ഒരു പേടിയും വേണ്ട. തണുപ്പടിച്ചിട്ട് അസുഖം വരില്ല. കാരണം എന്റെ പെണ്ണിന് ആവശ്യത്തിൽ കൂടുതൽ ചൂട് പകർന്നിടാൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ സൈറ്റ് അടിച്ചതും അവൾക്ക് അവനോടൊന്നും ചോദിക്കണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. കാര്യം ഇങ്ങനെ ദഹിപ്പിച്ച് കൊല്ലൂലോ. ആത്മയോടെ വെളുക്കെ ചിരിച്ച്. ആ അത് അരിയേട്ടാ, ഞാനേ വിളിച്ചിട്ടുണ്ടല്ലോ, ഇതിങ്ങോട്ട് പുറത്തോട്ട് നോക്കിയേ, ഇവിടെ ഒന്നും കാണാൻ പോലില്ല. ആ വീടിന്റെ ജനല് പോലും പാതി കാണുന്നുള്ളൂ. അതിന് മറ്റുള്ളവരുടെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കാനല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ഡയലോഗ് മുഴുമിക്കാൻ സമ്മതിക്കരുത്. ഉള്ളിൽ പറഞ്ഞ് പല്ലടിച്ച് പുറമേക്ക് വിളിക്കെ ചിരിച്ച്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഓരോ സ്ഥലങ്ങളൊക്കെ കാണില്ലേ, അതാ ഉദ്ദേശിച്ചത്. ഇവിടെ മുഴുവൻ മഞ്ഞല്ലേ, അപ്പൊ ഇങ്ങനെ കാഴ്ചകൾ കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിന്റെ ഹരിതാപയും പച്ചപ്പിന്റെ അടുത്തോട്ട് വരുമോ ഈ വെള്ളപ്രേതം പോലെ നിറഞ്ഞിരിക്കുന്ന മഞ്ഞൊക്കെ? നമുക്ക് നാട്ടിൽ പോയിട്ട് അവിടുത്തെ പച്ചപ്പ് കാണാം പോരെ? അതിന് ഇവിടെ വന്ന ഹരിതാപവും പച്ചപ്പും കാണാനാണെന്ന് ആര് പറഞ്ഞു? പിന്നെ പ്രണയിക്കാൻ എന്റെ പെണ്ണിനെ എനിക്ക് മാത്രമായി സ്വന്താക്കാൻ എന്ന് പതിയെ പറഞ്ഞവൻ ചെറുചിരിയോടെ കാർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയതും ഇഞ്ചി കടിച്ച കുരങ്ങിനെ കൂട്ടിച്ച് കാറിന്റെ തുളയുണ്ടാക്കി അതിലൂടെ ഇറങ്ങി ഓടിയാലോ എന്ന ചിന്തയോടെ ഇരുന്നു. തുടരും.